ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ഗാർഡൻ ടൂൾസ് പരിചയപ്പെടാം. ഞാൻ അജ്മി സുൽത്താന. വെൽക്കം ടു സുലൂസ് ഡയറീസ്. അപ്പം നമ്മൾ ഗാർഡനിൽ ഒരുപാട് തരം ടൂൾസ് ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പം ടൂൾസ് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ വിവിധ തരം കുറച്ച് ടൂൾസുകൾ നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ടൂൾസ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമ്മളുടെ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ആ ചെയ്യുന്ന വർക്കിന് നല്ലൊരു ഫിനിഷിങ്ങും കിട്ടും. അതിനാണ് നമ്മൾ ടൂൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ടൂൾസ് ആണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിചാരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലെ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാന്റ്സ്, ഫെർട്ടിലൈസേഴ്സ്, ടൂൾസൊക്കെ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജായ സുലൂസ് ഡയറീസ്, ഫേസ്ബുക്ക് പേജുകളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഏതൊക്കെ ടൂൾസാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതെന്നും അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് ഈ ഒരു സംഭവത്തിനാണ്. ഇത് നമ്മൾ കോരിയാണെന്നാണ് പറയുന്നത്. നമ്മൾ ഈ നേരത്തെ ഉള്ളവർ കരണ്ടി ഉപയോഗിക്കില്ല. അപ്പോൾ കരണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ സെയിം ഇത് തന്നെയാണ്. പക്ഷേ ഇതാകുമ്പോൾ കുറച്ച് മണ്ണൂടെ കോരി ഇടാൻ പറ്റും. അപ്പോൾ ഇത് നല്ല യൂസാണ്. അത്യാവശ്യം നമുക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ ഇത് വളരെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇത് എപ്പോഴും എന്ന് നമ്മൾ ഗാർഡനിലേക്ക് ഇറങ്ങിയാലും ഇതിൻ്റെ ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് കളയൊക്കെ പറിക്കാനായിട്ട് വീഡർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കളയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുത്തിയിട്ട് പെട്ടെന്ന് ചില ഈ പുല്ലൊക്കെ ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണെങ്കിൽ ഈസി ആയിട്ട് ഇളക്കാൻ പറ്റും. അതുപോലെ വിത്തോ അല്ലെങ്കിൽ തയ്യോ ഒക്കെ നടുന്ന സമയത്ത് ജസ്റ്റ് കുഴിയെടുക്കാനും ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ 2-3 ഉപയോഗമുണ്ട് ഇതിന്. നമുക്ക് ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയായിരിക്കും. പിന്നെ ഗാർഡനിൽ ഇറങ്ങുന്നവർക്കും കൃഷിപ്പണിക്കാർക്കും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ക്ലീൻ ചെയ്യാൻ, കളയൊക്കെ പറിക്കാനും, അതുപോലെ ഈ പുല്ല് കരിയിലൊക്കെ കിടക്കത്തില്ല. അപ്പോൾ അതെല്ലാം നീക്കി നമ്മളുടെ പ്ലാന്റ് നട്ടേക്കുന്നത് അല്ലെങ്കിൽ മറ്റ് തൈകളൊക്കെ നട്ടേക്കുന്നത് ചുറ്റും വൃത്തിയാക്കി തടമൊക്കെ എടുക്കാനൊക്കെ വളരെ നല്ലതാണ് ഇത്. പിന്നെ ഗ്ലൗസ് എല്ലാവരും യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്താൽ നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സും അതുപോലെ ഫംഗിസൈഡൊക്കെ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് മസ്റ്റായിട്ട് വേണം. അപ്പോൾ അതിനാണ് ഗ്ലൗസ്. ഇത് നല്ല കട്ടിയുള്ള ഗ്ലൗസാണ്. നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തിട്ടാൽ വീണ്ടും ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. എപ്പോഴും ഗ്ലൗസ് വാങ്ങിക്കാൻ നിൽക്കണ്ട. പിന്നെ നമുക്ക് ഈ മമ്മട്ടിയൊക്കെ ഉപയോഗിക്കത്തില്ലേ? മമ്മട്ടി ഉപയോഗിക്കുമ്പോൾ ഇപ്പം നമ്മൾ ചെറിയ പ്ലാന്റ്സൊക്കെ നടുന്നതിന്, തൈകളൊക്കെ നടുന്നതിന് അതിനൊക്കെ മമ്മട്ടിയുടെ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് ചെറിയ തടമെടുക്കാൻ, കുഴിയെടുക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം. ഒരേ സമയം തന്നെ 2 ഉപയോഗമാണ്. 2 in 1 ആണ് ശരിക്കും. ഇത് നമുക്ക് കുഴിക്കാനും ഉപയോഗിക്കാം. അതുപോലെ തീരെ ഇളകാത്ത പ്ലാന്റ്സ് ഇളക്കാനും ഒക്കെ, വലിച്ചിളക്കാനും ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. നല്ല സ്ട്രോങ് ആണ് സാധനം. അപ്പോൾ അത്യാവശ്യം എല്ലാ പരിപാടിയും നടക്കും ഇതിനകത്ത്. നല്ല കട്ടിയുള്ള മണ്ണൊക്കെ കിളയ്ക്കാനും അത്യാവശ്യം കട്ടയൊക്കെ പൊട്ടിച്ചിടാനും ഒക്കെ നല്ലതാണത്. ഇത് നേരത്തെ ഞാൻ കാണിച്ചല്ലോ, ഇതിൻ്റെ തന്നെ വേറൊരു ഐറ്റമാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. ഇതിന് പിടി പ്ലാസ്റ്റിക്കൊക്കെ വരുന്നതുകൊണ്ട് ഇതിങ്ങനെ ഒത്തിരി നേരം ഉപയോഗിച്ച് കഴിയുമ്പോൾ കൈ ഇങ്ങനെ വേദനിക്കുന്ന പോലെ തോന്നും. എങ്കിലും യൂസ് എല്ലാം ഒരുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ടിപ്പിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു യൂസിൽ ചെറിയൊരു വ്യത്യാസം വരും. ഇത് കംഫർട്ടബിൾ ആണെന്ന് മാത്രം. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ആ മൺവട്ടിയുടെ ചെറിയ ടൈപ്പ് പോലെ തന്നെ 2 in 1 ആയിട്ട് തന്നെ വരുന്നത്. ഇത് കുറച്ചും കൂടെ വലിയ പ്ലാന്റ്സൊക്കെ കിളച്ചെടുക്കാൻ നല്ലതാണ് ഇത്. പിന്നെ ഇത് മമ്മട്ടിയുടെ ആ ചെറിയ പോർഷന് അത് സെയിം യൂസ് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഒരു ഏത് തരത്തിലുള്ള കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗാർഡനിങ് ആയാലും നമ്മളുടെ യൂസ് നമുക്കറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സുകൾ നമ്മളെപ്പോഴും വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുക. അപ്പം കുറച്ചുകൂടി ഈസി ആയിരിക്കും നമ്മളുടെ ഗാർഡനിങ്ങും വർക്കും കാര്യങ്ങളും എല്ലാം ഈസി ആവും, ഫിനിഷ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ടൂൾസ് എല്ലാം ശരിക്കും മണ്ണിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ മണ്ണിൽ നമ്മൾ നടാനായാലും മണ്ണ് വൃത്തിയാക്കുന്നിടത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ ടൂൾസുകളെല്ലാം ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കട്ടിംഗ് ടൂൾസ് കുറച്ച് പരിചയപ്പെടാം. കട്ടിംഗ് ടൂൾസ് വരുമ്പോൾ പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്യുന്നതിനൊക്കെ ആയിട്ടാണ്. അപ്പം അതിൽ പ്രധാനമായിട്ട് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കട്ടിയുള്ള സ്റ്റെമ്മ് കട്ട് ചെയ്യുന്നതിന് ഈ ഒരു സിസറാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ല സ്ട്രോങ് ആണ് സാധനം, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇത് നമ്മൾ ഏത് കട്ടറുകൾ ഉപയോഗിച്ചാലും പലർക്കും പെട്ടെന്ന് കേടായി പോകുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മളിത് നനവിലായിരിക്കുമല്ലോ കട്ട് ചെയ്യുന്ന സമയത്ത് വെള്ളം ഒഴിക്കുകയൊക്കെ നനയുകയൊക്കെ ചെയ്യും.
അത് പിന്നെ അവിടെ തന്നെ ഇട്ടിട്ട് പോകുമ്പോഴാണ് കേടായി പോകുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് കൊണ്ടുവന്ന് തുടച്ച് അല്ലെങ്കിൽ ഒരു ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇത് ലാസ്റ്റ് ചെയ്ത് കിട്ടും. തുരുമ്പിച്ച് പോകുമ്പോഴാണ് മെയിനായിട്ട് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ ഏത് സാധനമായിട്ട് നമ്മൾ വെള്ളമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടിട്ടാൽ തുരുമ്പ് ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പം കട്ടറുകൾ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ ഇത് ഡ്രൈ ആക്കി വെക്കുക എന്നുള്ള ഒരു കാര്യമുള്ളൂ. നല്ല യൂസായിരിക്കും. നമ്മൾ പിച്ചാത്തിയും ഒക്കെ ഇട്ട് കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഇത് വേഗത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ ഫിനിഷിംഗ് ആയിരിക്കും. നമ്മൾ വെക്കുന്ന സ്റ്റെമ്മുകൾ പ്രൊപ്പഗേഷൻ വയ്ക്കുമ്പോഴൊക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ ആ കട്ടിങ്സ് ഡാമേജ് ഇല്ലാതെ എടുക്കാനും ഈ കട്ടറുകൾ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ഇത് സ്റ്റെം കട്ട് ചെയ്യുന്നത് തന്നെയാണ് കുറച്ചുകൂടെ ചെറുതാണ്. ചെറിയ ഇതൊക്കെ സ്റ്റെമ്മുകൾ കട്ട് ചെയ്യാനായിട്ട് ഇതാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പം ഇത് അത്യാവശ്യം ഇരുമ്പ് ചെറിയ കമ്പികൾ വരെയും കട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ എന്തെങ്കിലും ചുറ്റി വയ്ക്കുന്നതൊക്കെ കട്ട് ചെയ്യാൻ ഈ യെല്ലോ ഷെയ്ഡിലുള്ളത് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ രണ്ടും നല്ല പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ടൂൾസൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് ടൂൾസുകളുണ്ട്. അപ്പം അതൊക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ടൂൾസാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടി വിചാരിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.